കഴിഞ്ഞല്ലോ. എന്തായി സമ്മേളനങ്ങളൊക്കെ? വളരെ സന്തോഷം. കേരളത്തില് കുറേയേറെ പദ്ധതികൾ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ആ ഒരു വലിയ പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം വേദിയിലേക്ക് വന്നത്. വളരെ വ്യക്തമായിട്ടുള്ള വാക്കുകൾ കേരളത്തിലെ പൊതുസമൂഹത്തോട് അദ്ദേഹം സംവദിക്കുകയുണ്ടായി. കേരളത്തിൽ ഒരു ഡബിൾ എഞ്ചിൻ സർക്കാർ ഉണ്ടാക്കണം എന്നും ആ ഡബിൾ എഞ്ചിൻ സർക്കാർ എന്നുള്ളത് വികസനത്തിന് വേണ്ടിയാണെന്നും ലോകോത്തര നിലവാരത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന രീതിയിൽ നമ്മുടെ സ്റ്റാർട്ടപ്പുകളും സ്റ്റാൻഡപ്പുകളും മാറിയതിനെ കുറിച്ചുമുള്ള സൂചനകൾ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലൂടെ നൽകി. നമുക്കറിയാം, ഏതാണ്ട് ലോകത്തെ തന്നെ ഏറ്റവും വലിയ ഇലക്ട്രോണിക് മാനുഫാക്ചറേഴ്സ് ഉൾപ്പെടെ, അല്ലെങ്കിൽ ആപ്പിൾ ഫോണിന്റെ ആളുകൾ ഉൾപ്പെടെ, ഇപ്പൊ നമ്മുടെ തന്നെ ഉത്തർപ്രദേശിലെ ഏറ്റവും വലിയ സാംസങ്, അതിന്റെ മാനുഫാക്ചറിങ് ചിപ്പുകളാണെങ്കിലും വിവിധങ്ങളായിട്ടുള്ള ടെക്നോളജി സ്കിൽഡ് ആയിട്ടുള്ള ഒട്ടനവധി പദ്ധതികളുടെ ഹബ്ബായിട്ട് നമ്മുടെ ഇന്ത്യ മഹാരാജ്യം മാറുമ്പോൾ, നമ്മുടെ തൊട്ടടുത്ത് നിൽക്കുന്ന തമിഴ്നാടും ആന്ധ്രയും അല്ലെങ്കിൽ കർണാടകയും രാഷ്ട്രീയത്തിനതീതമായി ഇതുമായി സഹകരിച്ചുകൊണ്ട് 20,000 കോടിയും 40,000 കോടിയുടെയും പ്രൊജക്ട് വയ്ക്കുകയും കേന്ദ്ര സഹായം നേടിയെടുക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ കേരളം നടത്തുന്ന അലംഭാവപൂർണമായിട്ടുള്ള സമീപനം ഈ കേരള രാഷ്ട്രീയത്തിൽ ഞങ്ങൾ ചർച്ച ചെയ്യും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അദ്ദേഹം കേരളത്തിലെ സ്കില്ലിനെ കുറിച്ച്, അതായത് ഇവിടുത്തെ ആളുകളുടെ വൈഭവത്തെക്കുറിച്ച് അദ്ദേഹം നടത്തിയിട്ടുള്ള സൂചന എന്ന് പറയുന്നത് വളരെ സന്തോഷകരമാണ്. അതിലുപരി ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ നെഞ്ചു നീറിക്കൊണ്ടിരുന്നത് യുദ്ധത്തിന്റെ ഒരു സാഹചര്യത്തിൽ ലോക രാജ്യങ്ങളിൽ നമ്മുടെ കേരളത്തിൽ നിന്ന് വിട്ടുപോയിട്ടുള്ള ഗൾഫ് മലയാളികൾ ഉൾപ്പെടെയുള്ളവർ എത്രയോ രാജ്യങ്ങളിൽ അവർ ഇന്ന് വളരെ ഭീതിയോടുകൂടി നിൽക്കുകയാണ്. ഒരാൾ പോലും നമ്മുടെ ഈ നാടിന്റെ ഒരു മകനോ ഒരു മകളോ പോലും നഷ്ടപ്പെടാതെ സംരക്ഷിക്കാൻ NDAയുടെ പ്രൈം മിനിസ്റ്റർ കാവലുണ്ട് എന്നുള്ള അദ്ദേഹത്തിന്റെ വാക്കുകളെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ നിന്ന് ഹൃദയത്തിൽ ഇന്ന് ഏറ്റുവാങ്ങിയിട്ടുള്ളത്. ഹരി, എന്തായാലും ശ്രീ സാബും ജേക്കബ് കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ സാബും ജേക്കബ് 2020 കൺവീനർ കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സാബും ജേക്കബ് സംസാരിക്കാലോ? ഒരു ഫോൺ കോളിലാണ്, ഒരു നിമിഷം. ഓക്കെ, 2020 വളരെ പ്രധാനപ്പെട്ട ഒരു ഇടമായിട്ടുള്ള കൊച്ചിയിൽ പ്രധാനമന്ത്രി എത്തി. ഒരു തെരഞ്ഞെടുപ്പിന്റെ നാന്ദി കുറിക്കുന്ന ഒരു വേദിയിൽ വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ സംസാരിക്കുന്നു. UDF-ന്റെയും LDF-ന്റെയും പേരെടുത്ത് പറഞ്ഞ അഴിമതി കാര്യങ്ങൾ ഓരോന്ന് ചൂണ്ടിക്കാട്ടി പ്രസംഗിക്കുന്നു. NDAയുടെ ഭാഗമായിട്ട് 2020 ഇത് രണ്ടാമത്തെ വേദിയാണ് പ്രധാനമന്ത്രിക്കൊപ്പം, ഒരു പൊതുവേദി. എന്താണ് ഇന്നത്തെ പ്രധാനമന്ത്രിയുടെ വാക്കുകളിൽ താങ്കൾ കരുതുന്നത് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കും? ഇത് ഈ കേരളം മാറും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.